السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിത ചരിത്രത്തിലേക്കുള്ള വിശദമായ ഒരു പഠന പരമ്പരയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതം പ്രവാചകനാകുന്നതിന്റെ മുമ്പും നുബുവത്തിന്റെ മുമ്പും വളരെയേറെ പവിത്രത നിറഞ്ഞതും പരിശുദ്ധമായ ജീവിതവുമായിരുന്നു എന്ന് വളരെ കൃത്യമായി തന്നെ ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നുബുവത്തിന്റെ മുമ്പ് തന്നെയും അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ചെറുപ്പത്തിലെ ഒരുക്കിക്കൊണ്ടുവരികയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, അവിടുത്തെ ചെറുപ്പകാലത്ത് 4-ാമത്തെ വയസ്സിൽ നെഞ്ചകം കീറുകയും മലക്കുകൾ വന്നുകൊണ്ട് ആ നെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഒരു അലക്കത്ത് പുറത്തെടുത്തു. കഴിഞ്ഞ ക്ലാസ്സിൽ അലക്കത്ത് എന്ന് പറഞ്ഞപ്പോൾ മാംസപിണ്ഡം എന്നാണ് ഞാൻ അർത്ഥം പറഞ്ഞത് എന്നാണ് തോന്നുന്നത്. ഒരു രക്തക്കട്ട എന്നതിന്റെ അർത്ഥം തിരുത്തി മനസ്സിലാക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അലക്കത്ത് എന്ന് പറഞ്ഞാൽ രക്തക്കട്ട എന്ന ഒരു രക്തക്കട്ട പുറത്തെടുത്തുകൊണ്ട് ആ ഹൃദയത്തെ, ആ ഖൽബിനെ ശുദ്ധീകരിക്കുകയുണ്ടായി എന്നാണ് ആ സംഭവത്തിൽ ഇമാം ബുഖാരി അടക്കമുള്ള ഹദീസ് പണ്ഡിതന്മാർ സ്വഹീഹായ നിലക്ക് തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്തു തന്നിട്ടുള്ളത്. എന്തായിരുന്നാലും അവിടുത്തെ ചെറുപ്പത്തിലെ അല്ലാഹു തആല ഒരുക്കിക്കൊണ്ടുവരികയാണ്. വലിയ ഒരു ഭാരം ഏറ്റെടുക്കുവാൻ തക്ക രൂപത്തിൽ ഏത് കാലത്തും അവിടുത്തെ ജീവിതം പരിശുദ്ധമായ ഒരു മേഖലയിലൂടെ അല്ലാതെ കടന്നുപോയിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊരത്ഭുതം തന്നെയാണ്. കാരണം അവിടുന്ന് ജനിച്ചതും വളർന്നതും ശൈശവവും അതുപോലെ തന്നെ യൗവനവുമൊക്കെ പിന്നിട്ടതും വളരെയേറെ തിന്മകൾ നിറഞ്ഞ ഒരു രാജ്യത്തിലും സമൂഹത്തിന്റെയും ഇടയിലായിരുന്നു. ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എന്തെല്ലാം മോശത്തരങ്ങളുണ്ടോ അവയിലൊന്നും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്തിട്ടില്ല. അവിടുത്തേക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവലുണ്ടായി എന്നാണ് അതിന്റെ അർത്ഥം. തികഞ്ഞ സൽസ്വഭാവിയായിരുന്നു ഏത് കാലത്തും. വളരെയേറെ സത്യസന്ധത വാക്കിലും പ്രവൃത്തിയിലും കാത്തുസൂക്ഷിച്ച മഹാനായ മനുഷ്യനായിരുന്നു.
എല്ലാ രംഗത്തും തികഞ്ഞ അമാനത്ത്, വിശ്വസ്തത നിലനിർത്തിയയാളായിരുന്നു. സർവ അനാവശ്യങ്ങളിൽ നിന്നും മുക്തി നേടിക്കൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു അവിടുന്ന്. ഏതായിരുന്നു അവിടുന്ന് ജീവിച്ച ആ കാലഘട്ടം എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ മഹാനായ ജഅഫർ റളിയല്ലാഹു തആല അൻഹു നജ്ജാശി രാജാവിന്റെ മുമ്പിൽ പോയിട്ട് പറയുന്നുണ്ട്. ആദ്യം അബ്സീനിയയിലേക്ക് ഹിജറ പോയവരുടെ കൂട്ടത്തിൽപ്പെട്ട ജഅഫർ റളിയല്ലാഹു അൻഹു നജ്ജാശി രാജാവിന്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, അയ്യുഹൽ മലിക്, ഹേ രാജാവേ, കുന്നാഹില ജാഹിലിയത്തിൻ നഅബുദുൽ അസ്നാമ വനഅകുലുൽ മൈതത വനഅതിൽ ഫവാഹിഷ വനഖതഉൽ അർഹാമ വനുസീഉൽ ജിവാറ വയഅകുലുൽ ഖവിയ്യു മിന്നൽ ളഈഫ വകുന്നാ അലാ ദാലിക ഹത്താ ബഅസല്ലാഹു തആല ഇലൈനാ റസൂലൻ മിന്നാ. ജഅഫർ റളിയല്ലാഹു അൻഹു നജ്ജാശി രാജാവിന്റെ മുമ്പിൽ പോയി ബോധിപ്പിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. അയ്യുഹൽ മലിക്, ഏ രാജാവേ, കുന്നാഹിൽ ജാഹിലിയ, ഞങ്ങൾ ജാഹിലിയത്തിന്റെ ആളുകളായിരുന്നു. ഞങ്ങൾ ജീവിച്ച കാലഘട്ടം എന്ന് പറഞ്ഞാൽ നഅബുദുൽ അസ്നാം, ഞങ്ങൾ വിഗ്രഹങ്ങളെ നമിച്ചിരുന്ന, വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു. വനഅകുലുൽ മൈതത, ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ഹലാല് ഹറാമൊന്നും നോക്കാതെ ഞങ്ങൾ ശവങ്ങളെപ്പോലും ഭക്ഷിച്ചിരുന്നു. വനഅതിൽ ഫവാഹിഷ, എല്ലാ ദുർവൃത്തികളും ഞങ്ങൾ ചെയ്തിരുന്നു. വ്യഭിചാരമായാലും ഏത് രൂപത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളാണെങ്കിലും, കലഹങ്ങളാണെങ്കിലും കൊള്ളയാണെങ്കിലും ഏതു രൂപത്തിലുള്ള വൃത്തികേടുകളാണെങ്കിലും ഞങ്ങളിൽ അതുണ്ടായിരുന്നു. വനഖതഉൽ അർഹാം, കുടുംബ ബന്ധങ്ങളെ ഞങ്ങൾ മുറിച്ചിരുന്നു. അതിന് വലിയ വിലയൊന്നും ഞങ്ങൾ കൽപ്പിച്ചിരുന്നില്ല. വനുസീഉൽ ജിവാർ, അയൽപക്ക ബന്ധം ഞങ്ങൾ വളരെ മോശമായിട്ടാണ് പുലർത്തിയിരുന്നത്. വയഅകുലുൽ ഖവിയ്യു മിന്നൽ ളഈഫ, ഞങ്ങളിലെ ശക്തന്മാർ ഞങ്ങളിലെ ദുർബലന്മാരെ അടക്കി ഭരിച്ചിരുന്നു, അവരെ തിന്നിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളിലെ കയ്യൂക്കുള്ളവർക്കായിരുന്നു കാര്യം. അവിടെ നീതിയും സത്യവും ആ രൂപത്തിലുള്ള കാര്യങ്ങൾക്കൊന്നുമല്ല ഞങ്ങൾ വില കൽപ്പിച്ചിരുന്നത്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന കാട്ടുനീതിയായിരുന്നു ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത്. വകുന്നാ അലാ ദാലിക്, ഞങ്ങൾ ഈ രൂപത്തിലൊക്കെയുള്ള സ്വഭാവങ്ങളിലായിരിക്കെ ഹത്താ ബഅസല്ലാഹു തആല ഇലൈനാ റസൂലൻ മിന്നാ, അല്ലാഹു ഞങ്ങളിലേക്ക് ഞങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ അയച്ചു തരികയുണ്ടായി. ഇവിടെ ഞാൻ എന്തിനാണ് ഈ ആമുഖം കൽപ്പിക്കുന്നത്? ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വർണ്ണനയിൽ നിന്ന്, വിവരണത്തിൽ നിന്ന് ആ കാലഘട്ടത്തിലെ സംസ്കാരം നമുക്ക് മനസ്സിലാക്കാൻ, എല്ലാവിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെയും തേർവാഴ്ച നടന്നിരുന്ന ഒരു കാലഘട്ടം. വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്യുകയും വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുകയും അവയുടെ മുമ്പിൽ സ്ഥാപിക്കപ്പെട്ട ബലിപീഠങ്ങളിൽ വെച്ച് മൃഗങ്ങളെ കൊല്ലുകയും ബലിയർപ്പിക്കുകയും അതുപോലെ തന്നെ പരിശുദ്ധ കഅബാലയത്തിന്റെ സമീപത്ത് പോലും നഗ്നരായിക്കൊണ്ട്, സമ്പൂർണ്ണ നഗ്നരായിക്കൊണ്ട് തവാഫ് ചെയ്യുകയും ചെയ്തിരുന്ന, അതിനവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ടായിരുന്നു. നമ്മളത് മനസ്സിലാക്കണം. ഏത് കാലഘട്ടത്തിലും ഏത് തിന്മകൾ ചെയ്യുന്നവർക്കും ആ തിന്മകൾക്ക് ചില ന്യായീകരണങ്ങൾ അവർ കണ്ടെത്തും. അതിൽപ്പെട്ട ഒരു കാര്യമാണിത്. ജാഹിലിയ്യ കാലത്ത് കഅബക്ക് ചുറ്റും തവാഫ് ചെയ്തിരുന്ന ഖുറൈശികൾ, മുശ്രിക്കുകൾ, ആണും പെണ്ണൊക്കെ ഒന്നും ഉടുക്കാതെയാ തവാഫ് ചെയ്തിരുന്നത്. അതിനവർക്ക് ചില ന്യായങ്ങൾ ഉണ്ടായിരുന്നു. കേട്ടാൽ നല്ല ന്യായമായിട്ട് തോന്നും. എന്താ ന്യായം? ഞങ്ങൾ ഒരുപാട് തെറ്റുകളും അധർമ്മങ്ങളൊക്കെ പ്രവർത്തിക്കുന്നവരാണ്. ഞങ്ങൾ അതൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ബോഡിയിൽ, ഞങ്ങളുടെ ശരീരത്തിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ പാപത്തിന്റെ കറ പുരണ്ട വസ്ത്രങ്ങൾ എടുത്തിട്ട് എങ്ങനെയാ അള്ളാഹിന്റെ കഅബക്ക് ചുറ്റും തവാഫ് ചെയ്യാ? അതുകൊണ്ട് തവാഫ് ചെയ്യുന്ന നേരത്ത്, പാപം ചെയ്യുന്ന നേരത്ത് ശരീരത്തിൽ അണിഞ്ഞിരുന്ന വസ്ത്രം തന്നെ വേണ്ട എന്ന് വിചാരിച്ചു മുഴുവൻ ഉരിഞ്ഞു കളഞ്ഞ് അവരിങ്ങനെ പാട്ടും പാടിയിട്ടതിന്റെ ചുറ്റും തവാഫ് ചെയ്തിരുന്നു എന്നാണ്. സമ്പൂർണ്ണ നഗ്നകളും നഗ്നരുമായി കൊണ്ട് തവാഫ് ചെയ്തിരുന്ന ഒരു സമൂഹം. പെൺകുട്ടികളെ ജീവനോടുകൂടെ കുഴിച്ചു മൂടിയിരുന്ന ഒരു സമൂഹം. പെണ്ണാണെന്നറിഞ്ഞാൽ അപമാന ഭാരം കൊണ്ട് തലയുയർത്തി നടക്കാൻ പറ്റാതെ വീടുകളിൽ ഒളിഞ്ഞിരുന്നിരുന്ന ഒരു സമൂഹം. ദിനേനയെന്നോണം കലഹങ്ങളും യുദ്ധങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കിയിരുന്ന ഒരു സമൂഹം. മദ്യപന്മാരായി കുടിച്ചു കൂത്താടി, നർത്തകിമാരുടെ കൂടെ പാട്ടും പാടി, ക്ലബ്ബുകളിലും അതുപോലെ തന്നെ നിശാ ക്ലബ്ബുകളിലും വേദികളിലുമൊക്കെ
ഉറഞ്ഞു തുള്ളി മാദക നൃത്തമാടിയിരുന്ന തരുണികളുടെ കൂടെ ഉല്ലസിച്ചിരുന്ന ഒരു സമൂഹം. ഒട്ടേറെ ആഘോഷങ്ങളും ചെണ്ടകളും കുഴലൂത്തുകളും താളമേളങ്ങളുമായി എല്ലാവിധത്തിലുള്ള പൈശാചികമായ സംഗീതങ്ങളുടെയും കൂടെ നടന്നുല്ലസിച്ച് നടന്നിരുന്ന ഒരു സമൂഹം. ഈ രൂപത്തിലൊക്കെയുള്ള ഒരു സമൂഹത്തിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ ജീവിക്കുകയാണ്, അതിലൊന്നും പെടാതെ. റബ്ബിന്റെ പ്രത്യേക കാവലില്ലാതെ എങ്ങനെ നടക്കാനാ സഹോദരങ്ങളെ? പടച്ച റബ്ബിന്റെ പ്രത്യേകമായ കാവൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കിട്ടുകയാണ്. അവിടുന്ന് തവാഫ് ചെയ്യുമ്പോൾ എല്ലാവരും അതിന്റെ പരിസരത്ത് നാട്ടി നിർത്തിയിട്ടുള്ള വിഗ്രഹങ്ങളുടെ നേരെ കൈകൊണ്ട് ആംഗ്യം കാണിക്കും. പലപ്പോഴും ആ ബിംബങ്ങളുടെ തലയിലും ശരീരത്തിലുമൊക്കെ കൈകൊണ്ട് തടവിയിട്ട് പുണ്യം നേടാൻ വേണ്ടി ഉദ്ദേശിക്കും. ആ നേരത്തൊരിക്കലെങ്കിലും ഹബീബിന്റെ മനസ്സിൽ തോന്നിയില്ല അവിടെ നാട്ടിവെക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു വിഗ്രഹത്തിന്റെ നേരെ ഒന്ന് കൈ ഉയർത്തണം എന്ന് പോലും തോന്നിയില്ല. താനേറെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന തന്റെ പൂർവീക നേതാവായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെയും പോലും പേരിൽ പരിശുദ്ധ കഅബക്കകത്ത് വിഗ്രഹങ്ങളുണ്ട്. അവയുടെ നേരെ പോലും ഒരാദരവോടെ വന്ദനയോടെ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാകുന്നതിന്റെ മുമ്പും കൈ ഉയർത്തിയിട്ടില്ല, തൊട്ട് തലോടിയിട്ടില്ല, തടവിയിട്ടില്ല. ഒരു നിലക്കും ശിർക്കിന്റെ ഒരു വിഗ്രഹത്തിന്റെയും മുമ്പിൽ നമിച്ചിട്ടില്ല, കൈ കൂപ്പിയിട്ടില്ല, വണങ്ങിയിട്ടില്ല, ഇതിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ടില്ല. ബലിക്കല്ലുകളിന്മേൽ വെച്ച് അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറക്കപ്പെട്ടിട്ടുള്ള ആ രൂപത്തിലുള്ള ബലിമാംസത്തിൽ നിന്ന് ഒരു കഷ്ണം പോലും നേതാവിന്റെ വയറ്റിലേക്ക് അവിടുന്ന് രുചി നോക്കിയിട്ടില്ല. പടച്ചവന്റെ പ്രത്യേക കാവൽ. ഈ നിയമങ്ങളൊന്നും ഒന്നില്ലല്ലോ, നിയമങ്ങളൊന്നും അന്ന് ഇല്ലാത്ത കാലമായിരുന്നിട്ട് പോലും ഒരു അനാവശ്യത്തിലേക്കും എത്തി നോക്കാതെ ആ കാലഘട്ടത്തിൽ നടമാടിയിരുന്ന ഒരു തിന്മകളിലേക്കും, പലിശയാവട്ടെ, അനാഥയുടെ മുതൽ തിന്നലാവട്ടെ, മറ്റേത് രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാവട്ടെ, ജ്യോത്സ്യന്മാർ നിർബാധം പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടം. കണിയാന്മാരെയും ജ്യോത്സ്യന്മാരെയും അതുപോലെ തന്നെയുള്ള ആളുകളെയും ഒക്കെ സമീപിച്ചുകൊണ്ട് പ്രശ്നപരിഹാരങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടമോടിയിരുന്ന ഒരു സമൂഹത്തിനിടയിൽ ജീവിച്ച മഹാനായ അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ 40ാമത്തെ വയസ്സിന് മുമ്പുള്ള ജീവിതമായി പറയുന്നത്, നബുവത്തൊക്കെ കിട്ടുന്നതിന്റെ മുമ്പുള്ള അവിടുത്തെ യൗവന കാലഘട്ടം, ചെറുപ്പ കാലഘട്ടം വളരെയേറെ പരിശുദ്ധമായതായിരുന്നു. ഒരു ചൂതാട്ടത്തിലും ഒരു വ്യഭിചാരത്തിലും ഒരു ചീത്തയായ കാര്യത്തിലും ഒരു ചീത്തയായ കൂട്ടുകെട്ടിൽ പോലും അവിടുന്ന് പങ്കെടുത്തില്ല. എന്നാലോ എല്ലാവർക്കും ഇടയിലും പേരെന്താ? സത്യസന്ധൻ, അൽ-അമീൻ. ശത്രുക്കൾ വരെ, പിൽക്കാലത്ത് ശത്രുക്കളായി മാറിയവർ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമായ മുഹമ്മദിനെ അവർക്ക് അൽ-അമീൻ, സത്യസന്ധൻ എന്നാണ് അവര് പറഞ്ഞു വന്നത്. എന്തും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ അന്നും കണ്ടതവര് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയാണ്. അറേബ്യൻ ജനത യാത്രക്ക് പോകുമ്പോ വിലപിടിച്ച വസ്തുക്കൾ മുഹമ്മദിനെയാണ് ഏൽപ്പിച്ചിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞ കൃത്യസമയത്ത് അത് സൂക്ഷിച്ച് തിരിച്ചേൽപ്പിച്ചിരുന്ന ഒരു പ്രകൃതം. വാക്കുകളിലും നോക്കുകളിലും പ്രവർത്തികളിലും സത്യസന്ധത കാത്തു സൂക്ഷിച്ച നേതാവ്. ഏത് പ്രശ്നത്തിലും മധ്യസ്ഥനായിക്കൊണ്ടുവരെ അവരന്ന് തെരഞ്ഞെടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് 35 വയസ്സ് തികഞ്ഞപ്പോൾ പരിശുദ്ധ കഅബാലയം ഒന്ന് കേടുപാടുകൾ തീർത്തൊന്ന് പുതുക്കിപ്പണിയാൻ, അല്ലറ ചില്ലറ കേടുപാടുകൾ പുതുക്കിപ്പണിയാൻ വേണ്ടി, മാറ്റിക്കൊണ്ടൊന്ന് നന്നാക്കി പണിയാൻ വേണ്ടി ഖുറൈശികൾ തീരുമാനമെടുത്തു. അങ്ങനെ തീരുമാനമെടുത്ത് അവരതിന്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ആ മൂലയിൽ സ്ഥാപിതമായ, പണ്ടേക്കും പണ്ടേ സ്ഥാപിതമായ ഹജറുൽ അസ്വദ്, ആരാണ് എല്ലാവരാലും ആദരിക്കപ്പെടുന്ന പവിത്രമായ ശില തൽസ്ഥാനത്തേക്ക് വെക്കേണ്ടത് എന്നതിൽ അറേബ്യൻ ഗോത്രങ്ങൾക്കിടയിൽ ചൂടുപിടിച്ച വാഗ്വാദങ്ങളും ചർച്ചകളും ഉണ്ടായി. ആര് വെക്കണം? കാരണം ആ കല്ലാ സ്ഥാനത്തേക്ക് കയറ്റി വെക്കുന്നയാൾക്ക് എന്തായാലും വലിയ സ്ഥാനമുണ്ട്. അതുകൊണ്ട് ആ സ്ഥാനത്തിന് വേണ്ടി എല്ലാവരും തമ്മിൽ കടിപിടിയായി. ഓരോ ഗോത്രവും പറഞ്ഞു, ഞങ്ങളാ വെക്കേണ്ടത്, ഞങ്ങൾക്കായിന് അധികാരം. അതൊരു വലിയ സംഘട്ടനത്തിന്റെ വക്കോളം എത്തിയപ്പോൾ അവർക്കിടയിൽ ഒരു തീരുമാനം ഉരുത്തിരിഞ്ഞു വന്നു. നമുക്ക് പ്രശ്നത്തിനൊരു പരിഹാരം കാണാം. നമ്മൾ ഇവിടെ കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇപ്പോൾ ഇങ്ങോട്ട് ആരാണ് ആദ്യം കടന്നു വരിക എങ്കിൽ അദ്ദേഹത്തിന്റെ തീരുമാനത്തിന് വിടാം. അള്ളാഹുവിന്റെ പ്രത്യേകമായ തീരുമാനം എന്ന് പറയട്ടെ. അവിടേക്ക് കടന്നു വന്നത് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ട മാത്രയിൽ ഖുറൈശികൾ ഒന്നടങ്കം പറഞ്ഞു, ജാ അൽ അമീൻ,
സത്യസന്ധൻ വന്നല്ലോ, അല്ലമീൻ വന്നല്ലോ. അതുകൊണ്ട് യാ മുഹമ്മദ് റളീന ബിക്, നീ എടുക്കുന്ന തീരുമാനത്തിൽ ഞങ്ങൾ സംതൃപ്തരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ത്രപരമായ ഒരു തീരുമാനം എടുക്കുകയാണ്. എന്താ അവിടുന്ന് പറഞ്ഞത്? നിങ്ങൾ ആരും തർക്കിക്കണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും ആ കല്ല് തൽസ്ഥാനത്ത് വെക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം. അതെങ്ങനെ? എല്ലാവരും കൂടെ വെക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വിരിപ്പ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഒരു വീതിയുള്ള ഒരു വസ്ത്രം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. വസ്ത്രം കൊണ്ടുവരപ്പെട്ടു. വസ്ത്രം കൊണ്ടുവന്നപ്പോൾ എല്ലാവരോടും കൂടി പറഞ്ഞു, എല്ലാവരും കൂടെ പിടിച്ച് ആ കല്ലതിലേക്ക് വെക്കിൻ. എല്ലാവരും കൂടെ പിടിച്ച് ആ കല്ലതിലേക്ക് വെച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി എല്ലാവരും ഈ വസ്ത്രത്തിന്റെ എല്ലാ ഗോത്ര നേതാക്കന്മാരും, ആരും ഒഴിവാകണ്ട, എല്ലാ ഗോത്ര നേതാക്കന്മാരുടെയും പ്രതിനിധികൾ ഈ വസ്ത്രത്തിന്റെ 4 തലയിലും പിടിച്ചോളൂ. എല്ലാവരും പിടിച്ചു. ഇനി ഉയർത്തിക്കോളൂ. എല്ലാവരും ആ വസ്ത്രം ഇങ്ങനെ ഉയർത്തി കഅബയുടെ ആ മൂലയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയപ്പോ ഇവരുടെ കയ്യിലൊക്കെ വസ്ത്രല്ലേ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പവിത്രമായ കരം കൊണ്ട് ആ കല്ലെടുത്ത് തൽസ്ഥാനത്ത് വെച്ചു. ഇപ്പൊ എന്തായി? എല്ലാവരും കൂടിയാ വെച്ചത്. എന്നാ ഹബീബിന്റെ കൈകൊണ്ടാ വെച്ചത്. ആർക്കും ഒരു പ്രശ്നമില്ല. സന്തോഷത്തോടുകൂടി ഒരു സംഘട്ടനത്തിന്റെ വക്കോളമെത്തിയ ആ പ്രശ്നത്തിൽ ഹനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുദ്ധിപൂർവമായി യുക്തിപൂർവമായ നിലക്ക് അതിൽ ഇടപെട്ടു. അന്നും അവർക്കിടയിൽ ഒരു മധ്യസ്ഥന്റെ റോളിൽ അവർ കണ്ടത് അൽ അമീനയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നല്ല നല്ല സഖ്യങ്ങളിലും എഴുത്തുകുത്തുകളിലും ചർച്ചകളിലും കരാറുകളിലുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുക്കാറുണ്ട്. നമ്മുടെ കൂട്ടത്തിലെ മർദ്ദിതരായ ആളുകൾക്ക് വേണ്ടി നമ്മളൊപ്പം നിൽക്കണമെന്നും മർദ്ദകന്മാരുടെ പിടിയിൽ നിന്ന് അവർക്ക് രക്ഷയേകുവാൻ വേണ്ടി ഓരോ ഗോത്രത്തിലെയും ആളുകൾ പരസ്പരം സഖ്യകരാറിൽ ഒപ്പിട്ടപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമും അതിൽ ഏറ്റവും വലിയ ഭാഗതയും അവിടുന്ന് പങ്കെടുത്തിട്ടുണ്ട്. ആ നിലക്കുള്ള നല്ല നല്ല സന്ധികളിലും കാര്യങ്ങളിലുമൊക്കെ അന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്തു എന്നാണ്. അതേ അവസരത്തിൽ ഒരൊറ്റ ആഘോഷവേളയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞുകൊണ്ട് പങ്കെടുത്തിട്ടില്ല. ഒരു ബിംബത്തിന്റെയോ വിഗ്രഹത്തിന്റെയോ മുമ്പിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വണങ്ങിയിട്ടില്ല, സുജൂദ് ചെയ്തിട്ടില്ല, അവയ്ക്ക് വേണ്ടി അറുത്തത് തിന്നിട്ടില്ല, അവയുടെ പേരിൽ സത്യം ചെയ്തുകൊണ്ടോ ആണയിട്ടുകൊണ്ടോ പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ യഥാർത്ഥമായ ആ പാരമ്പര്യം അവിടെവിടെയായി ചുരുക്കം ചില ആളുകളിൽ അന്നും നിലനിന്നിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ആ ദീൻ, അവിടുന്ന് പഠിപ്പിച്ച ആദർശത്തിന്റെ ചില പാരമ്പര്യങ്ങൾ പരിപൂർണമായി നശിച്ചു പോകാതെ അറേബ്യൻ ജനതയിലെ ഒറ്റപ്പെട്ട ചില ആളുകളിൽ മക്കയിൽ നിലനിന്നിരുന്നു. ആ കൂട്ടത്തിൽപ്പെട്ടയാളായിരുന്നു ഒന്ന് വറഖത്ത് ബിൻ നൗഫൽ, മറ്റൊന്ന് സെയ്ദ് ബിൻ നുഫൈൽ. ഇങ്ങനെയുള്ള 2 ആളുകൾ. സല്ലല്ലാഹു അലൈഹി വസല്ലമും ഇതേ രീതിയിൽ തന്നെയായിരുന്നു. അവിടുന്ന് ഈ രൂപത്തിലുള്ള ഒരു വൃത്തികേടുകളിലേക്കും പോകാതെ ഇബ്രാഹിമീ മില്ലത്തിൽ നിന്ന് അവിടെ നിലനിന്നിരുന്ന കേട്ടും പഠിച്ചും മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളോട് കൂറുപുലർത്തിക്കൊണ്ട് ഒരു നല്ല ജീവിതം അവിടുന്ന് ജീവിച്ചു കൊണ്ടിരുന്നു. ഇതിനിടയിലാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കച്ചവട ആവശ്യാർത്ഥമൊക്കെ പുറത്തു പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് മക്കയിലെ ഒരു വർത്തക പ്രമുഖയായ, കച്ചവടക്കാരിയായ, സമ്പന്നയായ, വലിയ ഗോത്രമാഹാത്മ്യമുള്ള ഖദീജ റളിയല്ലാഹു അൻഹ, അവരുടെ സമ്പത്തുമായി ആളുകളെ സിറിയയിലേക്ക് കച്ചവടാവശ്യാർത്ഥം പറഞ്ഞേക്കാറുണ്ട്. അങ്ങനെ അവര് ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സത്യസന്ധത, മറ്റു കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തന്റെ സമ്പത്തിൽ നിന്ന് മറ്റുള്ളവർ കേൾപ്പിക്കുന്നതിനേക്കാൾ ഇരട്ടി സംഖ്യയുമായി പ്രവാചകനെ കച്ചവടത്തിനായി അയച്ചു. ഇന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്, പ്രവാചകനായിട്ടില്ല. അങ്ങനെ ആ രൂപത്തിൽ ധാരാളം സമ്പത്തുമായി പറഞ്ഞയച്ചു കച്ചവടത്തിന് സിറിയയിലേക്ക് അഥവാ ഷാമിലേക്ക്. കൂടെ തന്റെ ഒരു വേലക്കാരനുണ്ട്, ഇടയ്ക്ക് കച്ചവടത്തിന് എല്ലാവരുടെയും കൂടെ പറഞ്ഞയക്കുന്ന ഒരു ഭൃത്യനുണ്ടായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക്. അദ്ദേഹത്തിന്റെ പേര് മൈസറ എന്നായിരുന്നു. ആ മൈസറത്തിന്റെ കൂടെ പ്രവാചകനും കച്ചവടത്തിന് പോയി വൻ ലാഭവുമായിട്ടാണ് സിറിയയിൽ നിന്ന് മടങ്ങി വന്നത്. വമ്പിച്ച ലാഭവുമായി മടങ്ങി വന്നു. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ മനസ്സിൽ അതേറെ സന്തോഷമുണ്ടാക്കി. മാത്രമല്ല, യാത്രാനുഭവങ്ങളെ സംബന്ധിച്ച് മൈസറക്ക് പറഞ്ഞാൽ തീരാത്ത അനുഭവങ്ങളായിരുന്നു.
തിരിച്ചു വന്ന് തന്റെ ജമാനത്തിയുടെ മുമ്പിൽ മൈസറത്ത് ബോധിപ്പിച്ചത്. തന്റെ കൂടെ യാത്ര പോകുന്ന മുഹമ്മദിന്റെ സത്യസന്ധത, അദ്ദേഹത്തിന്റെ പരിശുദ്ധത, അദ്ദേഹത്തിന്റെ നിർമ്മല ഗുണങ്ങൾ, ഇതൊക്കെ യാത്രാവേളയിൽ ഏറെ ആസ്വദിച്ച് അനുഭവിച്ച മൈസറത്ത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ തന്റെ കൂടെ ഇപ്രാവശ്യം വന്ന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആ സമ്പത്തുമായി വന്ന കച്ചവടക്കാരൻ തന്റെ കൂട്ടുകാരനെ കുറിച്ച് വാതോരാതെ ഒരുപാട് മദ്ഹുകൾ പറഞ്ഞു കേൾപ്പിച്ചു. ഒട്ടേറെ പരിശുദ്ധമായ ഒരുപാട് സ്വഭാവങ്ങളെ സംബന്ധിച്ച് മൈസറത്ത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഖദീജ റളിയല്ലാഹു തആല അൻഹ അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ സ്വഭാവ മഹിമയിൽ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അറിയിക്കാൻ തന്റെ ഒരു കൂട്ടുകാരി മുഖേന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു കുടുംബക്കാരിയിലേക്ക് ആ ആഗ്രഹം അറിയിക്കുകയാണ്. എനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അന്ന് വയസ്സ് 25 25 വയസ്സുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അന്ന് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ മുമ്പ് 2 വിവാഹങ്ങൾ കഴിഞ്ഞ് വിധവയായി തീർന്ന മഹദിയാണ്. 40 വയസ്സാണ് അന്ന് അവരുടെ പ്രായം എന്നതാണ് പ്രസിദ്ധമായ അഭിപ്രായം എന്ന് പറയാൻ കാരണം ഈ വിഷയത്തിൽ തന്നെയും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പൂർവീകരും ആധുനികരുമായ ചരിത്രകാരന്മാർ അവരുടെ താരീഖുകളിൽ സീറകളിൽ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇമാം ഹാക്കിമിന്റെ അൽ മുസ്തദറക് എന്ന ഗ്രന്ഥത്തിൽ ചരിത്രകാരനായ ഇബ്നു ഇസ്ഹാഖിൽ നിന്ന് ഒരു വാചകം എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ സ്വീകാര്യയോഗ്യമായ ഒരു സനദൊന്നും അതിന് ഉദ്ധരിച്ചു കാണുന്നില്ല. 28 വയസ്സായിരുന്നു അന്ന് ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ പ്രായം എന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനു പോൽബലകമായി പലരും പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലവുമായി വിവാഹം കഴിഞ്ഞതിന്റെ ശേഷം 6 പ്രസവം ഖദീജ റളിയല്ലാഹു തആല അൻഹ പ്രസവിച്ചിട്ടുണ്ട്. 6 മക്കളെ, 2 ആൺമക്കളെയും 4 പെൺമക്കളെയും പ്രസവിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു സ്ത്രീ 50ന്റെ മുമ്പ് ആർത്തവ വിരാമത്തിൽ എത്തിച്ചേരാറുമുണ്ടല്ലോ. അതുകൊണ്ട് 28 എന്ന അഭിപ്രായത്തെ അത് ബലപ്പെടുത്തുന്നു എന്നൊക്കെ പല ചരിത്രകാരന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇനി അതൊരു തർക്ക വിഷയമായി അതിന്റെ പിന്നാലെ ആരും കൂടണ്ട. ഇതൊരു അഖീദാപരമായ കാര്യമോ ഇതൊരു വലിയ വിഷയമായിട്ടോ ആരും കൊണ്ടു നടക്കേണ്ടതില്ല. ചരിത്രത്തിൽ അങ്ങനെ അഭിപ്രായപ്പെട്ടവരും ഉണ്ട് എന്ന് ആധുനികരും പൂർവീകരുമായ ചരിത്രകാരന്മാരിൽ നിന്ന് ഉദ്ധരണികൾ ഉദ്ധരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സീറകൾ, അവിടുത്തെ ചരിത്രത്തെ അപഗ്രഥിച്ചു പഠനം നടത്തിയിട്ടുള്ള ആധുനികരും പൂർവീകരുമൊക്കെ ഇങ്ങനെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും 40-ലായാലും ഇനി അതിന്റെ മുമ്പുള്ള പ്രായമാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നേക്കാൾ പ്രായമുള്ള ഒരാളുമായിട്ടാണ് വിവാഹത്തിൽ ഏർപ്പെട്ടത് എന്നതിൽ തർക്കമില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആദ്യ വിവാഹമായിരുന്നു എന്നതിലും തർക്കമില്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ ഭാര്യ വഫാത്താകുന്നത് വരെ വേറൊരു കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല എന്നതിലും തർക്കമില്ല. നബുവത്ത് കിട്ടിയതിന്റെ ശേഷം ആദ്യമായി പ്രവാചകനിൽ വിശ്വസിച്ച വനിത ഖദീജ റളിയല്ലാഹു അൻഹ ആയിരുന്നു എന്നതിലും ചരിത്രകാരന്മാർക്കിടയിൽ തർക്കമില്ല. അതുപോലെ തന്നെ വഹീ കിട്ടിക്കൊണ്ട് ആദ്യമായി ഹിറാ ഗുഹയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അവിടുത്തെ സമാശ്വസിപ്പിച്ചത് ഖദീജ റളിയല്ലാഹു അൻഹയായിരുന്നു എന്നതിലും തർക്കമില്ല. പ്രവാചകൻ ഏറെ സ്നേഹിക്കുകയും പുകഴ്ത്തുകയും മറ്റുള്ള ഭാര്യമാരോട് പോലും പിൽക്കാലത്ത് അവർക്ക് പോലും ഒരൽപ്പം നീരസമുണ്ടാക്കുമാറ് മദ്ഹ് പറഞ്ഞ് പ്രശംസിച്ച ഏക ഭാര്യയും ഖദീജ റളിയല്ലാഹു തആല അൻഹയായിരുന്നു എന്നതിലും തർക്കമില്ല. ആ നിലക്ക് എന്താവട്ടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രത്തിൽ അവിടുത്തെ ജീവിതത്തിലേക്ക് ആദ്യമായി കടന്നു വന്ന പ്രിയപ്പെട്ട പത്നി, ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികളുടെയും ഉമ്മമാരെ എണ്ണുമ്പോൾ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട ഭാര്യമാർ. അവരിൽ പ്രഥമ സ്ഥാനീയയായി ഗണിക്കപ്പെടുന്നത്, ഒന്നാമതായി എണ്ണപ്പെടുന്നത് മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹയാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഖുറൈശികൾക്കിടയിൽ തനിക്കുള്ള അത്യുന്നതമായ പദവിയും അതുപോലെ തന്നെ അത്യുന്നതമായ പേരും പ്രശസ്തിയും തനിക്കൊരുപാട് പണമുണ്ട് എന്നതൊന്നും പാവപ്പെട്ടവനായ ദരിദ്രനായ അനാഥനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമുമായി വിവാഹം അന്വേഷിക്കുന്നതിലും വിവാഹം കഴിക്കുന്നതിലുമൊന്നും ഖദീജ റളിയല്ലാഹു തആല അൻഹ പരിഗണിച്ചില്ല. അതൊന്നുമല്ല പരിഗണിച്ചത്. അവിടുത്തെ ഏറ്റവും വലിയ സ്വഭാവ മേന്മ,
ആ സത്യസന്ധത, ആ വിശ്വസ്തത, ആ നിർമ്മലമായ ഹൃദയം, അതാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ വിവാഹത്തിന് ഏറ്റവും വലിയ മാനദണ്ഡമായി കണ്ടത്. ഏതോ ആവട്ടെ, ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ആഗ്രഹമനുസരിച്ച് പ്രവാചകന്റെ പിതൃവ്യനായ അബൂ താലിബിന്റെ നേതൃത്വത്തിൽ ആ വിവാഹം നടക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിലെ ആദ്യ വിവാഹം, 25 വർഷം നീണ്ടുനിന്ന ദാമ്പത്യ ജീവിതം. നമ്മൾ പഠിച്ചു വെക്കണം, നമ്മളെല്ലാവരും പഠിച്ചു വെക്കണം. ഹബീബിന്റെ ജീവിതം, ചരിത്രമറിയണം. ആദ്യ വിവാഹം തന്നെ 25 കൊല്ലക്കാലം നീണ്ടുനിന്ന ദാമ്പത്യ ജീവിതം. ആ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ 7 മക്കളുണ്ടായല്ലോ. 7 മക്കളിൽ 6 പേരെയും പ്രസവിച്ചത് മഹദിയായ നമ്മുടെ ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹയായിരുന്നു. ഒരു കുട്ടി ഇബ്രാഹിം എന്ന് പേരുള്ള ഒരു കുട്ടി. ആ കുട്ടിയെ മാരിയത്തുൽ ഖിബ്തിയ എന്ന് പേരുള്ള ഒരു ഭാര്യയാണ്, നമ്മുടെ ഒരു ഉമ്മയാണ് പ്രസവിച്ചത്. ആ ഒരു ആൺകുട്ടിയുടെ പ്രസവമല്ലാത്ത മറ്റു 6 മക്കളുടെയും പ്രസവം നടന്നത്, അള്ളാഹിന്റെ റസൂലിന് അത് നൽകിയത് ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ഗർഭപാത്രമായിരുന്നു. അത്രയും പ്രാധാന്യമുള്ള മഹത്വമുള്ള മഹദിയാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ. 4 മക്കൾ ആൺമക്കൾ ഉണ്ടായി, 4 മക്കൾ പെൺമക്കള്, 2 ആൺമക്കള് ഖദീജ ബീവിയിൽ ഉണ്ടായതാണ്. ഖാസിം എന്ന പേരുള്ള ഒരു കുഞ്ഞാണ് ആദ്യം ജനിച്ചത്, ഖാസിം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുമ്പും മക്കക്കാര് വിളിക്കാറുണ്ട്, യാ അബൽ ഖാസിം, ഖാസിമിന്റെ ബാപ്പ. അറബികൾ ആദ്യമുണ്ടായ കുഞ്ഞുങ്ങളിലേക്ക് ചേർത്തുകൊണ്ട് കുഞ്ഞത്ത് എന്നാണ് അതിന് പറയാ. ആദ്യമുണ്ടായ കുട്ടിയിലേക്ക് അബൂ എന്ന് ചേർത്തുകൊണ്ട് വിളിക്കും, ആളറിയാൻ വേണ്ടി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയപ്പെട്ടിരുന്നത് അബുൽ ഖാസിം എന്ന് ആദ്യം അറിയപ്പെട്ടിരുന്നു. പക്ഷേ ആ കുഞ്ഞ് 1 വയസ്സ് തികഞ്ഞപ്പോഴേക്ക് ആ കുട്ടി മരണപ്പെട്ടിട്ടുണ്ട്. പിന്നെയുണ്ടായതാണ് അബ്ദുള്ള എന്ന പേരുള്ള ഒരു കുഞ്ഞുണ്ടായി. ആ കുട്ടിക്ക് തന്നെയും പല പേരുകളിൽ ആ കുട്ടി അറിയപ്പെട്ടിരുന്നു. ത്വയ്യിബ് എന്ന് വിളിക്കപ്പെട്ടിട്ടുണ്ട്, ത്വാഹിർ എന്ന് വിളിക്കപ്പെട്ടിട്ടുണ്ട്. ത്വയ്യിബും താഹിറും ഒക്കെ അബ്ദുള്ളക്ക് നൽകിയിരുന്ന പ്രത്യേകമായ വിളിപ്പേരുകളായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അതല്ലാതെ വേറെ മക്കളല്ല. ഒന്ന് ഖാസിം, മറ്റൊന്ന് അബ്ദുള്ളക്ക് നൽകിയിരുന്ന വിളിപ്പേരുകളിൽപ്പെട്ടതാണ് ത്വയ്യിബ്, താഹിർ. പിന്നെയുള്ളത് 4 പെൺകുട്ടികളെയാണ്. ഒന്ന് സൈനബ റളിയല്ലാഹു അൻഹ, മറ്റൊന്ന് റുഖയ്യ റളിയല്ലാഹു അൻഹ, മറ്റൊന്ന് ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ, മറ്റൊന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഈ 4 പെൺമക്കളെയും അതുപോലെ തന്നെ ആദ്യം പ്രസവിച്ച ഈ 2 ആൺമക്കളെയും ഖദീജ റളിയല്ലാഹു തആല അൻഹയാണ് പ്രസവിച്ചത്. ഈ അബ്ദുള്ളയും പിന്നീട് മരണപ്പെട്ടിട്ടുണ്ട്. ഒക്കെ ശൈശവത്തിലേ മരിച്ചിട്ടുണ്ട്. പിന്നീട് വൈകി മാരിയത്തുൽ ഖിബ്തിയയിലുണ്ടായ ഇബ്രാഹിം എന്ന സന്താനവും ചെറുപ്പത്തിലേ മരിച്ചിട്ടുണ്ട്. അത് അള്ളാഹുവിന്റെ ഒരു തീരുമാനമാണ്. ആൺകുഞ്ഞുങ്ങളൊന്നും ജീവിച്ചിട്ടില്ല. അതുകൊണ്ട് മുഹമ്മദിന് ലോകത്തിന് പ്രശസ്തി ഉണ്ടാവില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അതിന്റെ പേരിൽ ആക്ഷേപിച്ചവരുണ്ടായിരുന്നു. അവർക്കല്ല മറുപടിയും കൊടുത്തു, ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, നിന്നെ ആക്ഷേപിക്കുന്നവർക്കാണ് വാസ്തവത്തിൽ ഭാവിയും പ്രസിദ്ധിയും ഒന്നും ഇല്ലാതിരിക്കുക എന്ന്. ഇൻഷാ അല്ലാഹ് അതവിടെ ആ ചരിത്ര ഭാഗത്തേക്ക് എത്തുമ്പോൾ നമുക്ക് വിവരിക്കാനുണ്ട്. ഏതായാലും ഇങ്ങനെ ഈ 4 പെൺമക്കളിൽ 4 പെൺമക്കളും 4 പേരും നബുവത്തിന്റെ മുമ്പാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നബുവത്ത് കിട്ടി. ഇസ്ലാമിനെ പ്രവാചകൻ മക്കൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി. 4 മക്കളും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. 4 പെൺമക്കളും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അവര് വിവാഹിതരായി. ഹിജറ പോയ കൂട്ടത്തിൽ ഈ 4 പെൺമക്കളും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് തന്നെ ഈ 4 പെൺമക്കളിൽ 3 ആളും മരണപ്പെട്ടു. പ്രവാചകൻ ജീവിച്ചിരിക്കെ തന്നെ 2 ആൺകുട്ടികൾ ചെറുപ്പത്തിലേ പോയതുപോലെ പ്രവാചകൻ വഫാത്താകുന്നതിന്റെ മുമ്പ് തന്നെ റുഖയ്യ ബീവിയും ഉമ്മു കുൽസൂം ബീവിയും സൈനബ ബീവിയും ഒക്കെ വഫാത്താവുകയാണ് ഉണ്ടായത്. അവസാനം പ്രവാചകൻ മരിക്കുമ്പോഴും ജീവിച്ചിരുന്ന ഏക സന്തതി മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മരണവേളയിൽ ഈ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ കരയുകയും ചിരിക്കുകയും ചെയ്ത ഒരു രംഗമുണ്ടായിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ രോഗത്തിൽ കിടക്കുന്ന നേരത്തിൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് എന്തോ ഒരു സ്വകാര്യം കേൾക്കുന്നത് പോലെ ചെവിയടുത്തേക്ക് വെച്ചു. എന്നിട്ട് തല ഉയർത്തിയിട്ട് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ കരഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ പ്രവാചകൻ ഒന്നും കൂടെ അങ്ങനെ തല അടുത്തേക്ക് വിളിച്ചിട്ട് ഒരു സ്വകാര്യം കൂടി പറഞ്ഞപ്പോ
ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ചിരിച്ചുകൊണ്ടാ തല ഉയർത്തിയത്. കണ്ടു നിൽക്കുന്നവർ ചോദിച്ചു, ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, എന്തേ നിങ്ങൾ 2 തവണ 2 സ്വഭാവം? എന്താണ് നിങ്ങൾ ആദ്യം കരഞ്ഞ് പിന്നെന്താ ചിരിച്ചത്? ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ആദ്യം അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞു ഞാൻ വഫാത്തിനോട് അടുക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതാന്ത്യത്തിലേക്കുള്ള പോക്കാണ്. അത് കേട്ടപ്പോഴാണ് ഞാൻ കരഞ്ഞത്. പിന്നെ എനിക്ക് ചിരിച്ചതെപ്പോഴാണ്? എന്റെ കാലശേഷം എന്നോട് ആദ്യം അടുത്തു വരിക, എന്നിലേക്ക് ആദ്യം വന്നു ചേരുക മോളെ നീയായിരിക്കും. അതെ, അത് കേട്ടപ്പോ എനിക്ക് സന്തോഷമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിന്റെ 6 മാസം തികഞ്ഞപ്പോഴേക്ക് പുന്നാര ഹബീബിന്റെ പുത്രി, ലോക മുസ്ലിം നേതാക്കളുടെ നേതാവ്, ലോക മുസ്ലിം സ്ത്രീകളുടെ നേതാവ്, സ്വർഗീയ സ്ത്രീകളുടെ നേതാവ് ഫാത്തിമ റളിയല്ലാഹു അൻഹ, അവരും ഈ ലോകത്തോട് വിട പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ ഉണ്ടായിരുന്ന ഏക മകളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. അപ്പൊ ഇവരൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെ ഉണ്ടായവരും അതിന്റെ ശേഷം ഇസ്ലാമിലേക്ക് കടന്നു വന്നവരുമൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി സഹോദരന്മാരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ ഈ മാറ്റങ്ങളൊക്കെ നല്ല രൂപത്തിലുള്ള ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രവാചകന്റെ മനസ്സ് വല്ലാതെ വിഷമിച്ചിരുന്നു. സമൂഹത്തിൽ കാണുന്ന ദുരാചാരങ്ങൾ, സമൂഹത്തിൽ നടമാടുന്ന അന്ധവിശ്വാസങ്ങൾ, എല്ലാത്തിനോടും ഒരു വെറുപ്പ്, എല്ലാത്തിനോടും ഒരു വിമുഖത, കൂട്ടം വിട്ട് എവിടെയെങ്കിലും മാറിപ്പോയിരിക്കണം എന്ന മനസ്സിലൊരു ചിന്ത ഇങ്ങനെ തോന്നി തുടങ്ങി. ആ കാലത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹീ കിട്ടാൻ പോകുന്നതിന്റെ ചില സൂചനകൾ അവിടുത്തേക്കത് മനസ്സിലായില്ലെങ്കിലും അവിടുത്തെ ചില പ്രത്യേകമായ രൂപത്തിലുള്ള മാറ്റങ്ങൾ കാണുകയാണ്. അതിൽ ഒരു മാറ്റമായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ അവിടുത്തോടതാ മക്കയിൽ വെച്ച് കല്ല് സലാം പറയുന്നു. അത്ഭുതകരമായ സംഭവം. സുബ്ഹാനല്ലാഹ്. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നു, ഇന്നനീ ലഅരിഫു ഹജറൻ ബിമക്കത കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ ഉബ്അസ ഇന്നി ലഅരിഫുൽ ആൻ. റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പിൽക്കാലത്ത്, ഇന്നനീ തീർച്ചയായും ഞാൻ ലഅരിഫു ഹജറൻ ബിമക്ക, മക്കയിലെ ഒരു കല്ലിനെ എനിക്ക് നല്ല പരിചയമുണ്ട്. കാന യുസല്ലിമു അലയ്യ, എനിക്ക് സലാം പറഞ്ഞിരുന്ന ഒരു കല്ലിനെ എനിക്കറിയാം. എപ്പോൾ ഖബ്ല അൻ ഉബ്അസ 40ാമത്തെ വയസ്സിൽ ഞാൻ പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നതിന്റെ മുമ്പ് എനിക്ക് സലാം പറഞ്ഞിരുന്ന മക്കയിലെ ഒരു കല്ല്, ഇന്നി ലഅരിഫുൽ ആൻ, ഇപ്പോഴും എനിക്ക് ആ കല്ല് പരിചയമുണ്ട്, ഇപ്പോഴും എനിക്ക് ആ കല്ലിനെ നന്നായി അറിയാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നബുവത്തിന്റെ മുമ്പ് തന്നെയുള്ള ചില അത്ഭുതകരങ്ങളായ നീക്കങ്ങളായിരുന്നു അത്. മാത്രല്ല, അതിന്റെ ഇടക്ക് കുറെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സ്വപ്നങ്ങൾ ഇങ്ങനെ കാണുന്ന സ്വപ്നങ്ങളൊക്കെ പ്രഭാതമാകുമ്പോൾ വളരെ കൃത്യമായി പുലരുക, അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ. ആ മാറ്റത്തിനിടക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ സംഭവങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആദ്യം വഹയിൽ നിന്ന് തുടങ്ങിയത് അർറുയ സാദിഖത്തു ഫിന്നൗം, അവിടുന്ന് കാണുന്ന സത്യസന്ധമായ സ്വപ്നങ്ങളായിരുന്നു. അവിടുന്ന് കാണുന്ന ഏത് സ്വപ്നം കണ്ടാലും ഇല്ലാ ജാഅതു മിസ്ല ഫലഖിസ് സുബ്ഹി, പ്രഭാതം പുലർന്നു വരുന്നത് എപ്രകാരമാണോ അപ്രകാരം ആ സ്വപ്നം അങ്ങ് തെളിഞ്ഞു വരും. അങ്ങനെയുള്ള സ്വപ്നങ്ങൾ ഇങ്ങനെ ഹിറാ ഗുഹയിൽ വെച്ച് വഹി കിട്ടുന്നതിന്റെ മുന്നോടിയായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സ്വപ്നങ്ങൾ കാണുക, ആ സ്വപ്നങ്ങൾ അപ്പടി 100% പുലരുക, അതൊക്കെ വഹിയിലേക്കുള്ള ചില തുടക്കങ്ങളായിരുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇഷ്ടമായി തുടങ്ങി അൽ ഖലാ, ഒഴിഞ്ഞിരിക്കാൻ, ഏകാന്തവാസം, എല്ലാവരിൽ നിന്നും വിട്ട് അവിടുന്ന് ഫകാന യൽഹഖു ബിഗാരി ഹിറാ ഗുഹയിലേക്ക് അവിടുന്ന് പോകാൻ തുടങ്ങി. ഫയതഹന്നസു ഫീഹി, അവിടെ പോയി പ്രവാചകൻ ഇങ്ങനെ പ്രത്യേകമായ ഒരു ഇരുത്തം, അഥവാ എല്ലാത്തിൽ നിന്നും വിട്ടകന്നു നിന്നുകൊണ്ട് തന്റെ മനസ്സിന് സമാധാനമുണ്ടാക്കുന്ന നിലക്കുള്ള ഒരു ഇരുത്തം അവിടെ പോയി ഇരിക്കും. അവിടെ ചരിത്രകാരന്മാര് രേഖപ്പെടുത്തുന്നു,
ഹിറാ ഗുഹ തന്നെ അന്ന് തെരഞ്ഞെടുക്കാൻ കാരണം അവിടെ ഇരുന്നാൽ, അതിന്റെ മുകളിൽ കയറിയിരുന്നാൽ ആ സ്ഥലത്ത് നിന്ന് നോക്കിയാൽ കഅബ കൃത്യമായി തെളിഞ്ഞു കണ്ടിരുന്നു എന്നാണ്. അങ്ങനെയുള്ള ഹിറാ ഗുഹയിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ധ്യാനനിരതനായിരിക്കും. ഏതാനും ദിവസങ്ങൾ പോയിരിക്കും. ഏതാനും ദിവസങ്ങളിലേക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളമൊക്കെ ആയിട്ട് നമ്മുടെ ഉമ്മ യാത്രയാക്കും. ഖദീജ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ യാത്രയാക്കും. അങ്ങനെ യാത്രയാക്കിയിട്ട് അവിടെ ഏതാനും രാപ്പകലുകൾ പോയിരിക്കും. എന്നിട്ടോ അത് തീർന്നാൽ, ഭക്ഷണം തീർന്നാൽ, സുമ്മ യർജിഉ ഇലാ ഖദീജ ഫയതസവ്വദു ബിമിസ്ലിഹാ, പിന്നെ ഖദീജ ബിവിയുടെ അടുത്തേക്ക് തന്നെ മടങ്ങി വരും. പിന്നെയും കുറച്ച് ദിവസത്തേക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളമൊക്കെ ആയിട്ട് ഹിറാ ഗുഹയിൽ സമീപത്തേക്ക് പോകും. അങ്ങനെ ഇരിക്കെ അതാ വഹുവ ഫീ ഗാരി ഹിറാ, ഹിറാ ഗുഹയിലായിരിക്കെ ഒരു റമളാനിൽ ഫജാഅഹുൽ മലക്, മലക്ക് പ്രത്യക്ഷപ്പെടുന്നു. നമുക്കറിയാവുന്ന സംഭവമാണ്. ഫഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ ധ്യാനനിരതനായിരിക്കെ ഒരു റമളാനിൽ മലക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഇഖ്റ, വായിക്കുക, ഇഖ്റ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, മാ അന ബിഖാരീൻ, എനിക്ക് വായിക്കാൻ അറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തറിയില്ല, വായന അറിയില്ല. നമ്മൾ മനസ്സിലാക്കണം, ഉമ്മിയ്യ് എന്നാണ് ഹബീബിനെ അല്ലാഹു തആല ഖുർആനിൽ വിശേഷിപ്പിച്ചത്. ഉമ്മിയ്യുൻ. എന്താ ഉമ്മിയ്യ് എന്ന് പറഞ്ഞാൽ? ഐ അല്ലദീ ലാ യഖ്റഉ വലാ യക്തുബു, എഴുതുകയോ വായിക്കുകയോ ചെയ്യാൻ അറിയാത്തയാൾക്കാണ് എന്ത് പറയാ? ഉമ്മിയ്യ്, അക്ഷരജ്ഞാനമില്ലാത്തയാൾ. ആ ആളോടാണ് വന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത്, ഇഖ്റ, വായിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന ബിഖാരിഇൻ, എനിക്ക് വായിക്കാൻ അറിയില്ല, ഞാൻ വായിക്കുന്നവനല്ല. അപ്പൊ എന്താ ഉണ്ടായത്? ഫഅഖദനി, എന്നെ പിടിച്ചു. ഈ വന്നയാൾ എന്നെ പിടിച്ചു. ഫഗത്തനി, എന്നെ കൂട്ടി അമർത്തി പിടിച്ചു. ഹത്താ ബലഗ മിന്നിൽ ജുഹദ്, എനിക്ക് വല്ലാതെ ക്ലേശിച്ചു പോയി. ഞാൻ, എന്റെ ശരീരം നുറുങ്ങുന്നത് പോലെ എനിക്ക് തോന്നിപ്പോയി. സുമ്മ അർസലനി, കൂട്ടി അണക്കി മാറോട് ചേർത്ത് അമർത്തി പിടിച്ചതിന് ശേഷം വിട്ടിട്ട് പറഞ്ഞു, വീണ്ടും ഇഖ്റ, ഇനി വായിക്കും. അപ്പോഴും ഞാൻ പറഞ്ഞു, മാ അന ബിഖാരിഇൻ, ഞാൻ വായിക്കുന്നവനല്ല, എനിക്ക് വായിക്കാൻ അറിയില്ല. ഫഅഖദനി ഫഗത്തനി അസ്സാനിയ, രണ്ടാമതും എന്നെ പിടിച്ചു. ആദ്യ തവണത്തെ പോലെ എന്നെ അമർത്തി ഞെരുക്കി പിടിച്ചു. ഹത്താ ബലഗ മിന്നിൽ ജുഹദ്, എനിക്ക് വല്ലാതെ നൊന്തു, വല്ലാതെ ഞാൻ ക്ലേശിച്ചു. സുമ്മ അർസലനി, പിന്നെയും എന്നെ ഇങ്ങോട്ട് വിട്ടിട്ട് ഫഖാല, പറഞ്ഞു, ഇഖ്റ, വായിക്ക്. ഖുൽതു, അപ്പോഴും ഞാൻ പറഞ്ഞു, മാ അന ബിഖാരിഇൻ, എനിക്ക് വായിക്കാൻ അറിയില്ല, ഞാൻ വായിക്കുന്നവനല്ല. ഫഗത്തനി അസ്സാലിസ, മൂന്നാമതും എന്നെ അണച്ചുകൂട്ടി പിടിച്ചു. ഹത്താ ബലഗ മിന്നിൽ ജുഹദ് സുമ്മ അർസലനി, പിന്നെയും എനിക്ക് ക്ലേശം വരുമാറി എന്നെ അടക്കി പിടിച്ച് എന്നെ വിട്ടതിന്റെ ശേഷം പറഞ്ഞു, പിന്നെ എന്നോട് പറഞ്ഞു, വെറും ഇഖ്റ എന്നല്ല പറഞ്ഞത്, പിന്നെ എന്നോട് പറഞ്ഞു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അത് പറഞ്ഞപ്പോഴേക്ക് അല്ലാഹുവിന്റെ ഹബീബിനെ അത് വായിക്കാനും പറയാനും ഉദ്ദിഷ്ടാക്കാനും ഒക്കെ സാധിച്ചു. അത്ഭുതം. ഇതുവരെ ഒന്നും പറയാനറിയാത്ത, വായിക്കാനറിയാത്തയാൾ ഏറ്റു ചൊല്ലുകയാണ്. അല്ലാഹു അതാ വഹീന്റെ ഭാരം, വഹീന്റെ ഒരു ഭാരം, അത് സ്വീകരിക്കാൻ മാത്രമുള്ള ഒരാത്മീയമായ നിലക്കുള്ള ഒരു പരുവപ്പെടുത്തൽ ആ ബോഡിയിൽ പരുവപ്പെടുത്തിയതായിരിക്കാം. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ആ പിടിച്ചുകൂട്ടലും വിടലും, പിടിച്ചുകൂട്ടലും വിടലും, പിടിച്ചുകൂട്ടലും വിടലും. അല്ലാഹു അഅലം. എന്തായിരുന്നാലും ഒരു വലിയ ഒരു പർവ്വതത്തിന്റെ മുകളിൽ, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്, ഒരു പാറക്കെട്ടിന് മുകളിലാണ് ഈ ഗ്രന്ഥത്തെ നാം അവതരിപ്പിച്ചിരുന്നതെങ്കിൽ അത് ഏറ്റവും കൂടുതൽ തകർന്ന് തരിപ്പണമായി വീഴുമായിരുന്നു എന്ന് പറഞ്ഞ അത്യന്തം ഭാരമുള്ള സഖീലായ വാചകം തന്നെയാണ് ഖുർആൻ. വലിയ ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയ, ഒരുപാട് മനുഷ്യരുടെ മാറ്റങ്ങൾക്ക് വിധേയമായ, മാറ്റങ്ങൾക്ക് നിദാനമായ ഈ മഹനീയമായ ഗ്രന്ഥം ഏറ്റെടുത്ത് അതിന്റെ എല്ലാ പ്രയാസങ്ങളും സഹിച്ച് ലോകത്തിന്റെ മുമ്പിൽ അത് ഉറക്കെ പ്രഖ്യാപിക്കാൻ മാത്രമുള്ള ഒരു കഴിവ് ആത്മീയമായ കൂടിച്ചേരലിലൂടെ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ അള്ളാഹു നൽകിയതായിരിക്കാം. അല്ലാഹു അഅലം. എന്തായാലും ആദ്യ അനുഭവം ഹിറാ ഗുഹയിലെ ആദ്യമായി സൂറത്തുൽ അലഖിൽ നിന്നുള്ള ആദ്യത്തെ 5 വചനങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാതുകൾ തുളച്ചവിടുത്ത് ഹൃദയത്തിലേക്ക് എത്തി അവിടുന്ന് ഉരുവിടുകയാണ്. അതും കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ നിന്ന് ജിബ്രീൽ പോവുകയാണ്. പിന്നെ ആളെ കാണാനില്ല. പ്രവാചകൻ വല്ലാതെ ഭയപ്പെട്ടു പോയി, പേടിച്ചരണ്ടു. അവിടുന്ന് ആ ഗുഹയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങുകയാണ്. ധൃതിപ്പെട്ട് എവിടേക്കാണ് പോകേണ്ടത്? തന്റെ പ്രിയപ്പെട്ട സഖി ഖദീജ റളിയല്ലാഹു അൻഹയുടെ സമീപത്തേക്ക് പോയി. ചെല്ലുമ്പോൾ ഇങ്ങനെ വിറക്കുന്നുണ്ട്. എന്തും പറഞ്ഞുകൊണ്ടാ ഓടി ചെല്ലുന്നത്? സമ്മിലൂനി സമ്മിലൂനി, എനിക്ക് പുതപ്പിട്ടതായോ, എനിക്ക് പുതപ്പിച്ചതായോ, വല്ലാതെ വിറക്കുന്നു, പുതപ്പിട്ടതായോ. ഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ ഉടനെ എന്തു ചെയ്യുന്നു? വേഗം ഒരു പുതപ്പെടുത്ത് പുതപ്പിച്ച് കിടത്തുന്നു, വേഗം പുതപ്പിക്കുന്നു. ഇന്നത്തെ ഭാര്യമാരുടെ അടുത്തേക്ക് ഭർത്താക്കന്മാർ പേടിച്ചു വന്ന എന്തേ സംഭവിച്ചു ഇപ്പൊ പറയാതെ എങ്ങനെ പുതപ്പിടുക, എങ്ങനെ? അതൊന്നും ചോദിക്കുന്നില്ല. ഖദീജ റളിയല്ലാഹു തആല അൻഹക്കറിയാം ഇപ്പൊ ആവശ്യം എന്താ ഭർത്താവിന്, എന്താ ചോദിക്കുന്നത്? പുതപ്പിട്ട് തരൂന്നാണ്. പുതപ്പിട്ട് തരൂ. അപ്പൊ പുതപ്പിച്ചു കൊടുക്കുക, ബാക്കി പിന്നെ എന്താ ചോദിച്ചതെങ്കിൽ അതാദ്യം ചെയ്യാം. വളരെ യുക്തമായ നിലക്ക്, വളരെ ബുദ്ധിപൂർവം, പക്വതയുള്ള സമീപനമാണ് മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ സ്വീകരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തേ പറ്റിയെന്നൊന്നും ചോദിക്കല്ല ആദ്യം ചെയ്യുന്നത്. ആദ്യം ചെയ്യുന്നത് എന്താ ചോദിച്ചതെങ്കിൽ അത് അനുസരിക്കണം, എന്താ പറഞ്ഞതെങ്കിൽ അതനുസരിക്കുക. പുതപ്പിട്ട് തരണം എന്ന് പറയുന്നു, പുതപ്പിട്ട് കൊടുക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചു നേരം റെസ്റ്റ് എടുപ്പിച്ചിട്ട് ഭയമൊക്കെ നീങ്ങിയപ്പോ ഖദീജ റളിയല്ലാഹു തആല അൻഹ കാര്യങ്ങളൊക്കെ ചോദിച്ചു, എന്തേ സംഭവിച്ചത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഐ ഖദീജ, എന്റെ ഖദീജ, മാലി, എനിക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ലഖദ് ഖശീതു അലാ നഫ്സി, ഞാൻ വല്ലാതെ ഭയപ്പെടുന്നു, എനിക്കെന്തോ ഭയം തോന്നുന്നു, എന്തോ എനിക്ക് സംഭവിക്കാൻ പോകുന്നു എന്ന വല്ലാത്ത വേദന എന്റെ മനസ്സിൽ എനിക്ക്. ഖശീതു അലാ നഫ്സി, എന്റെ കാര്യത്തിൽ ഞാൻ വല്ലാതെ ഭയപ്പെടുന്നു. ഖദീജ റളിയല്ലാഹു തആല അൻഹ നടന്ന സംഭവങ്ങളൊക്കെ കേട്ടപ്പോൾ അവിടുന്ന് ആശ്വസിപ്പിക്കുകയാണ്. എന്താ ആശ്വസിപ്പിക്കുന്നത്? ഇന്ന് ചില ഭാര്യമാര് ചിലപ്പോ എന്താ പറയാ, അങ്ങനെയൊക്കെ ഉണ്ടാവും. നിങ്ങൾ എവിടുക്കാ പോയത്? ഇവിടെ സ്ഥലം ഉണ്ടായില്ലേ? അങ്ങ് ദൂരാ മലന്റെ മുകളിൽ പോയിട്ട്, ആ ഗുഹന്റെ മുകളിൽ പോയിട്ട് ഞാൻ ഇവിടെ ഉണ്ടാവുമ്പോൾ നിങ്ങൾ ഒറ്റക്ക് കിടന്നുറങ്ങണ്ടല്ലോ. അവിടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കാൻ ആരാ പറഞ്ഞ്? നിങ്ങൾ അവിടെ കുറെ റീസായില് പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അന്നും ഞാൻ പറഞ്ഞല്ലോ എന്നൊന്നും പറയുന്നില്ല. കാരണം അന്നും ഖദീജ റളിയല്ലാഹു തആല അൻഹ ഒന്നും പറഞ്ഞിട്ടില്ല. ഭർത്താവിന്റെ ഇഷ്ടത്തിന് നിന്ന് കൊടുത്തിരിക്കുകയാണ്. ഒന്നും ചോദിച്ചില്ല, കുറ്റപ്പെടുത്തിയില്ല. ഇങ്ങനെ വിഷമുണ്ട്, അങ്ങനെ ഉണ്ടാവും, എന്തിനാടെ പോയിരുന്നപ്പോ പേടിച്ചു പോന്നില്ലേ എന്നൊന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തല്ല ചെയ്യുന്നത്. മറിച്ച് പറഞ്ഞ കാര്യം പുതപ്പിട്ട് കൊടുത്തു. ഭയമൊക്കെ നീങ്ങിയപ്പോ കാര്യമൊക്കെ ചോദിച്ചറിഞ്ഞു. നടന്ന സംഭവമൊക്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു കൊടുത്തപ്പോ അതൊക്കെ കേട്ട് ഖദീജ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, "കല്ല, ഒന്നും ഉണ്ട് പേടിക്കണ്ട. എന്തിനാ നിങ്ങൾ പേടിക്കുന്നു? അബ്ശിർ, അബ്ശിർ, സന്തോഷിച്ചോളൂ പ്രിയപ്പെട്ടവനെ, സന്തോഷിച്ചോളൂ. ഫവല്ലാഹ്, അല്ലാഹനെ തന്നെയാണ് സത്യം. ലാ യുഖ്സികല്ലാഹു അബദാ, അല്ലാഹ് നിങ്ങളെ ഒരിക്കലും അപമാനിക്കൂല. പേടിക്കണ്ട, ഒരു നിലക്കും നിങ്ങൾ വിഷമിച്ചു പോകരുത്. അല്ലാഹ് നിങ്ങളെ ഒരിക്കലും നിന്ദിക്കുകയില്ല, അപമാനിക്കുകയില്ല. കാരണം നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നയാളാണ്. കുടുംബബന്ധം ചേർക്കുന്ന നല്ല മനുഷ്യരെ അല്ലാഹ് കഷ്ടപ്പെടുത്തൂല. ഒരു തത്വം ഖദീജ റളിയല്ലാഹു തആല അന്നേ പറയാണ്. ഹബീബിന്റെ മുൻകാല ജീവിതത്തിന്റെ ഒരു കൃത്യമായ നേർചിത്രം കൂടി ആ വാക്കുകളിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താ ഖദീജ റളിയല്ലാഹു തആല എന്ന് പറയുന്നത്? നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നയാളാണ്, വർത്തമാനത്തിൽ സത്യസന്ധത കാത്തു സൂക്ഷിക്കുന്നയാളാണ്, പ്രയാസമുള്ളവരുടെ ഭാരം ചുമക്കുന്നയാളാണ്, ഇല്ലാത്തവർക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന് വല്ലതും ചെയ്തു കൊടുക്കുന്നയാളാണ്, അതിഥികളെ ഏറെ മാനിക്കുന്നയാളാണ്, കാലവിപത്തുകളിൽ അകപ്പെട്ട ആളുകൾക്ക് തന്നാലാകുന്ന സേവനങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട്, അവർക്കാവശ്യമായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അവരുടെ കണ്ണീരൊപ്പുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നയാളല്ലേ അങ്ങ്. ഒരിക്കലും നിങ്ങൾ ഭയപ്പെടണ്ട. ഇങ്ങനത്തെ സൽഗുണമുള്ള ഒരാളെ ഒരു കാരണവശാലും അല്ലാഹു തആല എന്ത് ചെയ്യൂല? അപമാനിക്കൂല. അതുകൊണ്ട് പേടിക്കണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നിങ്ങൾ ബേജാറാവണ്ട. വരിൻ. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ഒരു കുടുംബക്കാരനുണ്ട്, വറഖത്ത് ബിൻ നൗഫൽ. ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിന് വേദഗ്രന്ഥങ്ങളെ പറ്റി നല്ല അഗ്രഗണ്യനാണ്. വേദഗ്രന്ഥങ്ങൾ മുമ്പ് നന്നായി പഠിച്ച് നല്ല അവഗാഹമായ വിജ്ഞാനമുള്ള പടുവൃദ്ധനാണ്. അന്ധത ബാധിച്ചിട്ടുണ്ട്. വാർദ്ധക്യം കാരണത്താൽ അന്ധത വരെ ബാധിച്ചിട്ടുള്ള ഒരു വയോവൃദ്ധനായ വറഖത്ത് ബിൻ നൗഫൽ എന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ബന്ധുവാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും കൂട്ടി ഖദീജ റളിയല്ലാഹു അൻഹ പുറപ്പെടുകയാണ്. ഇദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ ഇദ്ദേഹത്തിന് പറയാനുള്ളത് നിങ്ങളൊന്ന് കേൾക്കണം.
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വറഖത്തിന്റെ അടുത്തെത്തി. വറഖത്ത് ചോദിച്ചു, എന്താണ് മോനെ കണ്ടത്? എന്താ എന്റെ മോൻ കണ്ടതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്ന സംഭവം കൃത്യമായി വറഖത്ത് ബിൻ നൗഫലിന്റെ മുമ്പിൽ പറഞ്ഞു. അപ്പൊ വറഖ പറഞ്ഞു, ഹാദൻ നാമൂസുല്ലദീ ഉൻസില അലാ മൂസാ ലൈതനീ ഫീഹാ ജദാ ലൈതനീ അകൂനു ഹയ്യൻ ഹീന യുഖ്രിജുക ഖൗമുക. വറഖത്ത് പറഞ്ഞു, ഇത് നീ പറഞ്ഞു കേട്ട അടയാളങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ മൂസാ അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്ന അതേ മലക്കാണ്, അതേ വ്യക്തിത്വമാണ് നിന്റെ അടുക്കൽ ഗുഹയിലും വന്നിട്ടുള്ളത്. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല, അത്യുന്നതമായ ഒരു പദവിയിലേക്ക് നിങ്ങൾ എത്താൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ആ പദവിയിലെത്തിയിട്ട് ഈ സമൂഹത്തെ നയിക്കാൻ ഒരുങ്ങുന്ന കാലത്ത് ഞാൻ നല്ല ചുറുചുറുക്കുള്ള ഒരു യുവാവായി മാറിയെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോവുകയാണ്. അന്ന് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ മോഹിക്കുകയാണ്. എന്ന് ഹീന യുഖ്രിജുക ഖൗമുക, നിന്റെ ആൾക്കാർ നിന്നെ പുറത്താക്കുന്ന ഒരു കാലം വരാൻ പോകണം. നിന്നെ സ്നേഹിച്ച് നടന്ന നിന്നെ ആളുകൾ തന്നെ നിന്നെ പുറത്താക്കുന്ന ഒരു കാലഘട്ടം വരുമ്പോ നിനക്കന്ന് പവർ പകരാൻ, ശക്തി പകരാൻ ഞാനന്ന് നല്ല ഒരു ചെറുപ്പക്കാരനായിട്ടുണ്ടായെങ്കിലെന്ന് ഞാൻ കൊതിച്ചു പോകുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോ അത്ഭുതത്തോടെ അവിടുന്ന് വറഖയോട് ചോദിച്ചു, അവ മുഖരിജിയഹും, എന്നെ നാട്ടുകാർ പുറത്താക്കൂ? അവരെത്ര സ്നേഹത്തിലാ എന്നെ കാണുന്നത്, അവരെത്ര ബഹുമാനത്തിലാ എന്നെ കാണുന്നത്, അല്ലമീൻ എന്നാണ് വിളിക്കുന്നത്. എല്ലാവർക്കും ഇടയിലും ഇത്ര പദവിയുള്ള എന്നെ എന്റെ നാട്ടുകാർ പുറത്താക്കുകയോ? അപ്പൊ വറഖത്ത് ബിൻ നൗഫൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം നഅം, അതെ മുഹമ്മദേ, ലം യഅതി റജുലുൻ ബിമാ ജിഅത ബിഹി ഇല്ലാ ഊദിയ. ഒരു പ്രവാചകനും ഒരു മനുഷ്യനും നീ കൊണ്ടുവന്നതുപോലെയുള്ള സത്യവുമായി മുൻകാലത്ത് വന്നിട്ടില്ല. ഇല്ലാ ഊദിയ, അദ്ദേഹം ദ്രോഹിക്കപ്പെട്ടിട്ടല്ലാതെ. ചില റിപ്പോർട്ടിൽ ഇല്ലാ ഊദിയ, അദ്ദേഹത്തിനോട് ശത്രുത വെക്കപ്പെട്ടിട്ടല്ല. അതുകൊണ്ട് വഇന്നുദ്രികുനി യൗമുക ഹയ്യ, നീ ഈ പ്രശ്നവുമായി കൊണ്ട് സമൂഹത്തിൽ ഇറങ്ങുന്ന കാലത്ത് ഞാൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അൻസുറുക നസ്റൻ മുഅസ്സറ, ഞാൻ നിന്നെ ബലിഷ്ഠമായ നിലക്ക്, ശക്തമായ നിലക്ക് സഹായിക്കാൻ ഞാൻ ഉണ്ടാകും. പക്ഷേ സഹീഹുൽ ബുഖാരിയിൽ അതിന്റെ ബാക്കി ഭാഗത്ത് നമുക്ക് കാണാം, പിന്നീട് അധികം താമസിച്ചില്ല, അൻ തൂഫിയ വറഖത്ത് റളിയല്ലാഹു തആല അൻഹു വഫാത്തായി. പിന്നീട് കുറച്ചു കാലത്തേക്ക് വഹയൊന്നും ഉണ്ടായില്ല. വഫത്തറൽ വഹ്യു ഫത്തറത്തൻ, ഈ ഇഖ്റ ബിസ്മി കേട്ടതിന്റെ ശേഷം പിന്നെ കുറച്ച് നാളത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹയൊന്നും വന്നില്ല. ഹത്താ ഹസിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ദുഃഖവും സങ്കടമൊക്കെ മനസ്സിൽ വല്ലാതെ ഉണ്ടായി. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് വഹയിന്റെ തുടർച്ച പിന്നീടാണ് ഉണ്ടായത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളതാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പണ്ഡിതന്മാർ ചർച്ച ചെയ്ത ഒരു കാര്യമുണ്ട്. ഇന്നും പല ആളുകളും വിശുദ്ധ ഭൂമികളിൽ പോകുമ്പോൾ ഹിറാ ഗുഹ പാടുപെട്ട് കയറി സന്ദർശിക്കാൻ വേണ്ടി തയ്യാറാകാറുണ്ട്. പണ്ഡിത ലോകം ചർച്ച ചെയ്യുകയും പണ്ഡിതന്മാരോട് ഫത്വ ചോദിക്കുകയും ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മസലയാണത്. ഹിറാ ഗുഹയിൽ പോകലോ, ഹിറാ ഗുഹയിലേക്ക് കയറി അവിടെ സിയാറത്ത് ചെയ്യലോ, സന്ദർശിക്കലോ ഏതെങ്കിലും നിലക്കൊരു പുണ്യകരമായ കാര്യമാണോ? പല ആൾക്കാരും വളരെ പ്രയാസപ്പെടണം അതിന്റെ മുകൾക്ക് കയറണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രയാസപ്പെട്ട അപകടം പോലും വരുത്തി വെക്കാറുണ്ട്. അതുകൊണ്ട് സൗദി ഗവൺമെന്റ്, അവിടുത്തെ ശൂനുൽ ഇസ്ലാമിയ ഡിപ്പാർട്ട്മെന്റ് അവിടെ കൃത്യമായി എല്ലാ ഭാഷകളിലും ഹാജിമാർക്ക് മനസ്സിലാകുന്ന നിലക്ക് എഴുതി വെച്ചിട്ട് പോലുമുണ്ട്, ഹിറാ ഗുഹ സന്ദർശനം, ഹിറാ ഗുഹ വിസിറ്റ് ചെയ്യൽ ഒരു പുണ്യപ്രവൃത്തിയല്ല, അതുകൊണ്ട് അപകടം വിളിച്ചു വരുത്തരുത്, അങ്ങോട്ട് പോകരുത് എന്ന് ഹാജിമാരോട് നിർദ്ദേശം കൊടുക്കാറുണ്ട്. എന്നാലും അത് വകവെക്കാതെ പലരും പല ഉദ്ദേശത്തിൽ പോകാറുണ്ട്. ഒരു ചരിത്രം നടന്ന സ്ഥലം എന്ന നിലയ്ക്ക് കാണാൻ പോകുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇവിടെ അതൊരു പുണ്യകരമായി ഇവിടെ പോയി 2 റക്അത്ത് നിസ്കരിക്കുക, ഇവിടെ പോയി ദുആ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ പോകാറുണ്ട്. പണ്ഡിതന്മാര് പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇഖ്റ ബിസ്മി കേട്ടിട്ട് അന്നത്തെ ആ ദിവസം അവിടുന്ന് ഇറങ്ങിയതാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും ആ ഗുഹയിലേക്ക് പോയിട്ടില്ല. ഹിജറ പോകുന്നതിന്റെ 10 ചില്ലാനം വർഷം നബുവത്ത് കിട്ടിയിട്ടും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം
10 വർഷക്കാലത്തോളം അതിലേറെ എന്ന് പറയാം മക്കയിൽ ജീവിച്ചിട്ടുണ്ട്. ഹിറാ ഗുഹയിലേക്ക് പോയിട്ടില്ല. പിന്നീട് മദീനയിലേക്ക് ഹിജ്റ പോയതിന്റെ ശേഷം ഉംറ നിർവഹിക്കാൻ വേണ്ടി ഒരിക്കൽ വന്നപ്പോൾ ഹുദൈബിയയിൽ വെച്ച് തടയപ്പെട്ടല്ലോ. പിറ്റേ കൊല്ലം ഉംറ നിർവഹിക്കാൻ വേണ്ടി വന്നപ്പോഴും അതുപോലെ തന്നെ മക്ക വിജയത്തിന്റെ ദിവസത്തിലുമൊക്കെ 10-20 ദിവസത്തിലേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ താമസിച്ചിട്ടുണ്ട്. അവസാനത്തെ വിടവാങ്ങൽ ഹജ്ജിന് വന്നപ്പോഴും അവിടുന്ന് ഏതാനും ദിവസം മക്കയിൽ തങ്ങിയിട്ടുണ്ട്. ആ പരിശുദ്ധ കഅബയുടെ വെളിപ്പാടകലെ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആ സ്ഥലം, തനിക്ക് മുമ്പ് വഹിയിറങ്ങിയിട്ടുള്ള ഹിറാ ഗുഹ തേടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവചരിത്രത്തിൽ അന്നാ ഇറങ്ങിയത് കഴിഞ്ഞാൽ ഒരൊറ്റ ചരിത്രത്തിൽ ഒരു ദിവസം പോലും പിന്നീട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഹിറാ ഗുഹയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു യാത്രയോ, അവിടെ പോയി ഒരു പ്രത്യേക വിചാരമോ, അവിടെ ഇരുന്നു കൊണ്ടുള്ള ഏതെങ്കിലും പുണ്യകർമ്മങ്ങളോ, ആ സന്ദർശനം തന്നെയുമോ ഒരു ഇബാദത്തിന്റെയോ ഒരു സൽക്കർമ്മത്തിന്റെയോ ഒരു സുന്നത്തിന്റെയോ ഒരു പുണ്യകർമ്മത്തിന്റെയോ പട്ടികയിൽ ഉൾപ്പെടുത്താൻ വകുപ്പില്ല എന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയെ പോലെയുള്ള പൂർവീകരും ആധുനികരുമായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇക്കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇനി സഹോദരങ്ങളെ, ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്പകാലം വഹി നിലച്ചു എന്ന് പറഞ്ഞല്ലോ. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് വഹി ചൂടുപിടിച്ചു. ഇവിടുന്ന് അങ്ങോട്ട് പ്രവാചക ജീവിതത്തിന്റെ ഏറ്റവും മഹിമയാർന്ന ഒട്ടേറെ ഏടുകളിലേക്ക് അവിടുത്തെ ജീവിതത്തെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് നന്നായി നമ്മൾ മനസ്സിലാക്കുക. അവിടുത്തെ ജീവിതത്തിന്റെ തെളിമയും പരിശുദ്ധിയും നിർമ്മലതയും ലോക സമൂഹത്തിന്റെ മുമ്പിൽ മനസ്സിലാക്കി കൊടുക്കുക. അവിടുത്തോടുള്ള സ്നേഹം നാം നിലനിർത്തുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവിടുത്തെ യഥോചിതം സ്നേഹിക്കുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നാഥൻ നമുക്ക് തുണയേകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഏതവസരത്തിലും അല്ലാഹു ഇസ്സത്തും ഈമാനും തഖ്വയും നിലനിർത്തി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അവന്റെ സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين. اللهم ربنا تقبل منا إنك أنت السميع العليم. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.